എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു വെജിറ്റേറിയൻ റെസിപ്പി ആയാലോ? ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല കിടു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു റെസിപ്പി. അധികം സമയമൊന്നും എടുക്കില്ല, നിമിഷ നേരങ്ങൾ കൊണ്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ചപ്പാത്തിക്കൊപ്പം നല്ല ഒരു സൈഡ് ഡിഷ് തന്നെയാണ് ഈ ഒരു റെസിപ്പി. വെജിറ്റബിളൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കഴിക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റിയാണ്. ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു റെസിപ്പി കൂട്ടുകൂടാണ് ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. ഇത് തയ്യാറാക്കുന്ന വിധം നമുക്ക് വേഗത്തിലൊന്ന് കണ്ടിട്ട് വന്നാലോ കൂട്ടുകാരെ? ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമുക്ക് ക്യാരറ്റും ക്യാബേജും കോളിഫ്ലവറും അതുപോലെ തന്നെ സവോളയുമാണ് ആവശ്യം. എല്ലാം 1 കപ്പ് അളവിൽ അരിഞ്ഞെടുക്കണം. ചെറിയ പീസുകളായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. ഞാൻ ചോപ്പറിലാണ് ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തേക്കുന്നത്. എടുത്തു വെച്ചിരുന്ന വെജിറ്റബിൾ എല്ലാം ചോപ്പറിൽ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചോപ്പറിൽ അരിയുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈസിയാണ്, നമുക്ക് വളരെ പൊടിയായിട്ട് അരിഞ്ഞു കിട്ടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഞാൻ 1 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചതച്ച മുളകുണ്ടല്ലോ, ചില്ലി ഫ്ലേക്സ്, അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമായിട്ടുള്ള ഉപ്പ്. പിന്നെ ഇതിലോട്ട് നമ്മളിനി സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. സോയാ സോസ് 1 ടേബിൾ സ്പൂൺ അളവിൽ ഡാർക്ക് സോയാ സോസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു വെജ് മഞ്ചൂരിയനാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ബോൾസുകളായിട്ട് ഉരുട്ടിയെടുക്കേണ്ടതുണ്ട്. ഒരു 1/2 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 1/4 കപ്പ് അളവിൽ കോൺഫ്ലോറും ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നല്ല മൊരിഞ്ഞ് ക്രിസ്പിയായിട്ടൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വറുത്ത അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കൈകൊണ്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വേറെ വെള്ളമോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ക്യാബേജിൽ നിന്നും ഉള്ളിൽ നിന്നും ഒക്കെ വെള്ളം ഇറങ്ങി വരും. അതിനകത്ത് നമുക്ക് ഈ പൊടികളൊക്കെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. വെജിറ്റബിൾ അരിഞ്ഞു കഴിഞ്ഞാൽ കുറേ നേരം വെച്ചിരിക്കില്ല, അന്നേരം തന്നെ ഈ കൂട്ടുകൾ ചേർത്ത് നമ്മൾ തയ്യാറാക്കി എടുക്കുകയാണ് വേണ്ടത്. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കില്ല. അങ്ങനെ ആകുമ്പോൾ വെജിറ്റബിളിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. പിന്നീട് നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അരിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു റെസിപ്പി. ഇനി ചെറിയ ബോൾസുകളായിട്ട് ഉരുട്ടിയെടുക്കുകയാണ്. കാരണം ഇതിൻ്റെ ഉൾവശമൊക്കെ വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറിയ ബോൾസുകളായിട്ട് തന്നെ ഉരുട്ടിയെടുക്കുന്നതാണ് നല്ലത്. കാരണം വെജിറ്റബിളൊക്കെ ഒന്ന് കുക്കായി കിട്ടുകയും വേണം. വലിയ ബോൾസുകളായാൽ ഉൾവശം വേകാനായിട്ട് അധികം സമയം എടുക്കും, കാരണം പുറവശം പെട്ടെന്ന് മൊരിഞ്ഞു വരും. അതുകൊണ്ട് മീഡിയം വലുപ്പമുള്ള ചെറിയ ഉരുളകളായിട്ട് തന്നെ ഉരുട്ടിയെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജ് മഞ്ചൂരിയൻ റെസിപ്പിയാണ്. നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാനായിട്ട് നല്ല കിടു കോമ്പിനേഷനാണ്. നമുക്കിങ്ങനെ റെസിപ്പിയായിട്ട് തയ്യാറാക്കി എടുക്കാൻ, അല്ലെങ്കിൽ നമുക്കൊരു സ്നാക്സായിട്ട് വേണമെങ്കിലും ഇത് ഉരുട്ടി ഫ്രൈ ചെയ്ത് ഈവനിങ്ങിൽ ചായയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഉരുട്ടിയെടുക്കാനും എളുപ്പമാണ്. നമ്മൾ മൈദയും കോൺഫ്ലവറും ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് നല്ല ഒരു ബൈൻഡിങ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതുപോലെ ബോൾസുകളായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. മീഡിയം വലുപ്പമുള്ള നെല്ലിക്കയുണ്ടല്ലോ, ആ ഒരു വലുപ്പത്തിലാണ് ഞാൻ ഉരുളകൾ ഉരുട്ടിയെടുത്തേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ ഓയിലിലോട്ട് ബോൾസുകൾ ഇട്ട് കൊടുത്ത് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് 2 സൈഡ് നല്ല രീതിയിൽ മൊരിഞ്ഞ് കിട്ടുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം, കാരണം ഇതിൻ്റെ ഉൾവശം കൂടെ നമുക്ക് വെന്ത് കിട്ടേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരു പരന്ന പാത്രമാണെങ്കിൽ നമുക്ക് ഒരേ സമയം കുറേ അധികം ബോൾസുകളിട്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. 2 സൈഡും തിരിച്ചും മറിച്ചു പോയിട്ട് ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഉൾവശമൊക്കെ ഇപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട്, കാരണം ചെറിയ ബോൾസ് ആയതുകൊണ്ട് ഉൾവശമൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്തു മാറ്റാം. വെജിറ്റബിൾ ബോൾസ് എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈവനിങ്ങിൽ ചായയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് പുറവശം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, ഉൾവശം നല്ല സോഫ്റ്റും. ഇത് വെച്ചിട്ട് നമ്മളൊരു വെജ് മഞ്ചൂരിയൻ ആണല്ലോ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ബാക്കി കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാനുണ്ട്. പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി അരിഞ്ഞതും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒത്തിരി അങ്ങ് വാടി പോകേണ്ട, ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. ഇതിലോട്ട് മീഡിയം വലുപ്പമുള്ള ഒരു സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതി. ഇതെല്ലാം നമുക്ക് ചെറിയ രീതിയിലൊന്ന് വാടി കിട്ടിയാൽ മതി, ഒത്തിരി അങ്ങ് വഴന്നു പോകല്ല. മഞ്ചൂരിയൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഒനിയനും അതുപോലെ തന്നെ ക്യാപ്സിക്കവും ഒക്കെ കടിക്കാൻ കിട്ടുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. അതുകൊണ്ട് ചെറിയ രീതിയിലൊന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി.
ഇനി ഇതിലോട്ട് സോസുകളാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. 3 സോസുകളാണ് ഒരുമിച്ച് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയാ സോസും 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും ഇവയെല്ലാം കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ലേശം വെള്ളത്തിൽ മിക്സ് ചെയ്ത കൂട്ടും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇത് ഞാനൊരു ഗ്രേവി ടൈപ്പിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. കോൺഫ്ലവറോട് ചേർത്ത് കൊടുത്തിട്ട് ചെറിയ രീതിയിൽ നമുക്ക് കോൺഫ്ലവറിൻ്റെ ആ റോയായിട്ടുള്ള ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടണം. അപ്പോൾ അതുകൊണ്ട് ചെറിയ രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇച്ചിരി ഗ്രേവിയുള്ള ടൈപ്പിലാണ് ഞാനിത് തയ്യാറാക്കിയെടുക്കുന്നത്, ചപ്പാത്തിയുടെ കൂടെ കഴിക്കുന്ന രീതിയിൽ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ആവശ്യം ആ ഒരു രീതിയിൽ ഈ ഒരു കൂട്ട് തയ്യാറാക്കിയെടുത്താൽ മതി. 1/2 ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. സോസുകളുടെ പുളിയും അതുപോലെ തന്നെ എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ബോൾസ് കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെജ് മഞ്ചൂരിയൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഈ ടേസ്റ്റി ആയിട്ടുള്ള വെജ് മഞ്ചൂരിയൻ റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഒന്ന് പങ്കുവെച്ച് കൊടുക്കാനായിട്ട് മറന്നു പോകരുത്. ലാസ്റ്റ് നമുക്ക് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ വെളുത്ത എള്ളും കുറച്ച് സ്പ്രിംഗ് ഒനിയനും ചോപ്പ് ചെയ്തതുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയിലയൊക്കെ ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്താലും നല്ലത് തന്നെയാണ്. വ്യത്യസ്തവും ഈസിയുമായിട്ടുള്ള റെസിപ്പി കൂട്ടുകൾ ധാരാളം എൻ്റെ ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറന്നു പോകല്. അടുത്ത ദിവസം ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള മറ്റൊരു റെസിപ്പി കൂട്ടുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കൂട്ടുകാരുടെ ഇടയിലേക്ക് വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.